ഇന്ന് പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്. മുണ്ടുനീര് പടർന്നു പിടിക്കുന്നു, കാഴ്ചക്കാരായി ആരോഗ്യവകുപ്പ്. സ്കൂളുകളെല്ലാം വീണ്ടും അടച്ച് പല സ്ഥലങ്ങളിലും കുട്ടികളിൽ നിന്ന് ഈ മുണ്ടുനീര് പകരാതിരിക്കാനായിട്ട്. ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗലക്ഷണങ്ങൾ കാണുന്നതിന് 4 മുതൽ 6 ദിവസം മുൻപ് മുതൽ രോഗം മാറി ഒരാഴ്ച വരെയുള്ള സമയപരിധിയിലാണ്. ഉമിനീരിൽ കൂടിയോ നേരിട്ടുള്ള സ്പർശനം വഴിയോ ഇത് പകരാം. സാധാരണയായി ചെവിവേദനയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണം. താടി, മുഖം, കവിൾ, തൊണ്ട എന്നിവിടങ്ങളിൽ തടിപ്പോടെ എത്തുന്ന ഈ രോഗം ക്രമേണ തൊണ്ടയിൽ വലിയ നീരായി രൂപാന്തരപ്പെടും. അസഹനീയമായ വേദനയാണ് ഈ അവസരങ്ങളിൽ രോഗിക്കുണ്ടാകുന്നത്. അത് പലപ്പോഴും ടെസ്റ്റിസിന് ആൺകുട്ടികളിൽ പ്രശ്നമുണ്ടാക്കാം, അതുപോലെ പെൺകുട്ടികളിൽ ഓവറീസിന് പ്രശ്നമുണ്ടാക്കാം. ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥയായിട്ട് പറയുന്നു. കാരണം MMR വാക്സിൻ കൃത്യമായിട്ട് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകത്തില്ലായിരുന്നു. മംസ്, മീസിൽസ്, റുബെല്ല എന്ന 3 എണ്ണത്തിനും വാക്സിൻ വേണം. നേരത്തെ ഉണ്ടായിരുന്ന മീസിൽസ്, റുബെല്ല മാത്രമേ ഇപ്പോൾ വാക്സിനിലുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ്സ്. നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം കറൻസി യൂസ് ചെയ്തതിന് ശേഷം, ഷെയ്ക്ക് ഹാൻഡ്സ് ചെയ്തതിന് ശേഷം, പബ്ലിക് ടോയ്ലറ്റ്സ് ചെയ്തിട്ട്, പബ്ലിക് ഫെസിലിറ്റീസ്, ATM യൂസ് ചെയ്തതിന് ശേഷം ഒക്കെ നമ്മൾ സോപ്പിട്ട് കൈ കഴുകണം. കോവിഡ് കാലത്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇതുപോലുള്ള വൈറൽ ഇൻഫെക്ഷൻ പടരാതിരിക്കാനായിട്ട് വാക്സിനേഷൻസ് ഉണ്ട്. ന്യൂമോകോക്കൽ വാക്സിനേഷനും നമ്മൾ 5 വർഷത്തേക്ക് എടുക്കുന്നത് നന്നായിരിക്കും.